രാജ്യദ്രോഹികളായ പ്രതികൾ യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് NIA പ്രത്യേക ജഡ്ജി ശിക്ഷ വിധിച്ചത്. കേസിലെ 15-ാം പ്രതി അബ്ദുൾ ജബ്ബാർ, 23-ാം പ്രതി സർഫറാസ് നവാസ്, 16-ാം പ്രതി സാബിർ എന്നിവർക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇതുകൂടാതെ 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. കേസിലെ മറ്റു 10 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് NIA പ്രത്യേക കോടതി ജഡ്ജി S. വിജയകുമാർ വിധിച്ചത്. ഇതുകൂടാതെ പ്രതികൾ 50,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടയ്ക്കാത്ത പക്ഷം പ്രതികൾ 1 വർഷം അധികം കഠിന തടവ് അനുഭവിക്കണം. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച തടിയൻ്റെവിടെ നസീറും ഷഫാസും അതിനുശേഷമാണ് ഈ ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നും കോടതി എടുത്തു പറഞ്ഞു. തടിയൻ്റെവിടെ നസീർ, അബ്ദുൾ ജബ്ബാർ, 21-ാം പ്രതി സൈനുദ്ദീൻ എന്നിവർ ജയിലിൽ മുസ്ലിം തൊപ്പി ധരിക്കാനും താടി നീട്ടി വളർത്തുവാനും കോടതിയുടെ അനുവാദം തേടിയിരുന്നു. പ്രതികളുടെ ഈ ആവശ്യം NIA പ്രത്യേക കോടതി അംഗീകരിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായ സോഷ്യലിസവും മതനിരപേക്ഷതയും പ്രതികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ജയിലധികാരികൾ നടപടിയെടുക്കണം. കൂടാതെ പ്രതികൾക്ക് ശിക്ഷാ കാലയളവിൽ മാനസാന്തരം സംഭവിക്കുകയാണെങ്കിൽ അക്കാര്യം പുറം ലോകത്തെ അറിയിക്കണമെന്നും പ്രത്യേക NIA ജഡ്ജി S. വിജയകുമാർ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തിന് പ്രണാമം അർപ്പിച്ചാണ് NIA പ്രത്യേക ജഡ്ജി വിധി പ്രസ്താവം അവസാനിപ്പിച്ചത്. വിധി കേട്ട് പുറത്തിറങ്ങിയ സർഫറാസ് നവാസ് തന്റെ എതിർപ്പ് പ്രകടമാക്കി. പറങ്കികൾക്ക് വിടുവേല ചെയ്തവരുടെ അനുയായികളാണ് കുഞ്ഞാലിമരക്കാരന്റെ അനുയായികളെ ഇവിടെ ദേശസ്നേഹം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശിക്ഷയ്ക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞു. കോടതി നടപടിയിൽ പാകപ്പിഴ ഉണ്ടായിരുന്നതായും ഫിറോസിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കുഞ്ഞബ്ദുള്ള ആരോപിച്ചു. 12-ാം പ്രതിക്കെതിരെ കണ്ണൂരിലെ നീർച്ചാലിലുള്ള തരീക്കത്ത് ക്ലാസ്സിൽ പങ്കെടുത്തു എന്ന് സാക്ഷി പറയാത്ത കാര്യം പ്രത്യേകം എഴുതിയിട്ട് അയാൾ ഇതിലേക്ക് തരീക്കത്ത് ക്ലാസ് മുഖാന്തരം കോൺസ്പിറസി നടത്തി എന്നുള്ള വരുത്താൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ഇത് ചെയ്തിരിക്കുന്നത്. അത് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമല്ല. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യ വിഷൻ.